ഇന്ന് നേരം എടുത്തപ്പം തൂറി അവള് ഭിത്തിയിൽ എറിഞ്ഞു വെച്ചു. അവിടെ ചൊറിയണം കുറച്ച് അടിക്കേണ്ടി വന്നു. അടിയോ കുത്തോ വേട്ടതാണെന്നുണ്ടെങ്കിൽ അത് അന്നേരം അങ്ങനെ അങ്ങ് തീരുമല്ലോ. തൂറി തോപ്പിക്കുവാന്നെന്ന് പറഞ്ഞാൽ തൂറി കൊണ്ട് നമ്മുടെ മുറ്റത്ത് നേരം വെളുക്കുമ്പോ എറിയുവാന്ന് പറഞ്ഞാൽ പിന്നെന്തുവാ? തൂറി തോപ്പിക്കുന്നെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. പൊന്നു മക്കളെ, ഇനി ഇതിൽ കൂടുതലൊന്നും ഇനി ഇവിടെ ചെയ്യാനില്ല. ഭിത്തിയില് വാരി എറിയൊക്കെ ആടെ കാരണം ഇവിടെ ഇരിക്കണ്ട. ഇത് ഒരു സ്ത്രീ ഷവായ വാങ്ങാനേ. എന്തിലിട്ട് ഞാൻ 100 രൂപ ഷവായ വാങ്ങാനേ. എടി പെണ്ണ്, ഞാൻ എന്തിനാ 100 രൂപ ഇട്ട് തരണ്ടേന്ന്? ഷവായ വാങ്ങാനെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എങ്ങനെ ഇട്ട് തരൂ? എങ്ങനെ തരും 100 രൂപ? ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഇല്ല. പൈസ ഉണ്ടോ? പൈസ ഉണ്ട്, ഗൂഗിൾ പേ ഇല്ല. ഞാൻ പൈസ അങ്ങോട്ട് തരി. എങ്ങനെ തരൂ? ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഈ മയത്ത് റോക്കറ്റ് വിടുകയെ, റോക്കറ്റ് ഉണ്ടാക്കി വിടുകയെ. മാങ്കാവിലുള്ള ഷവായ വാങ്ങണേ. മാങ്കാവിലുള്ള ഷവായ മാങ്കാവെന്ന് പറഞ്ഞു തരുമോ? ഇപ്പൊ ഇന്ന് രാത്രി വരും. അപ്പൊ ഷവായ കൊണ്ടുവരൂ. എന്താ അപ്പനോട് കൊണ്ടുവരാൻ പറയും. ഞാൻ എന്തിനാ 100 ഇടണേ? വേണം വരണോടാ തിന്നാനേ. ഈ ആന്റെ തള്ളക്ക് ഫോൺ കൊടുക്കടി. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഈ പെണ്ണുമ്പിളി വീട്ടിൽ വന്ന് നിൽക്കേണ്ട കാര്യം എന്നാണ് അവളത്? സ്ത്രീധനത്തിനെ ബാക്കി കിട്ടാണ്ടെന്ന് ഒരു പണിയേ, ഞാൻ നിന്റെ അളിയനെ കണ്ട സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കാം. എന്താ ചോദിച്ച അപ്പഴേ എടുത്തത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അത് ശരി, ഞാൻ പണിക്ക് പോയി കാണും. അതാണ് എന്റെ ഉദ്ദേശം. എന്തായാലും എന്ത് കൊല ഇത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്. അത് ഞാൻ ആലപ്പുഴ ബീച്ച് വഴിയാ വന്നേ. അപ്പൊ ഒരു സായിപ്പ് വെച്ചതാ. സായിപ്പ് നിങ്ങൾക്ക് കാണുമ്പോഴെടുത്ത് കണ്ണട വെച്ച് തരാൻ പോവില്ലേ? അല്ലടാ, സായിപ്പ് കടലിൽ ഇറങ്ങിയപ്പോ കരയെ വെച്ചതാ. ഞാനിങ്ങനെ സിനിമയെ കുറിച്ച് അറിഞ്ഞൂടെന്ന് പറയരുത്. ഞാൻ ഷാറൂഖ് ഖാന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷാറൂഖ് ഖാന്റെ സിനിമയിലാ? പിന്നെ ബർത്തോ ബച്ചോക്കിലി എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ മുംബൈ പോയി. പുറകെ ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഷാറൂഖ് ഖാനായിട്ട് ഭയങ്കര കമ്പനിയായില്ലേ. പുള്ളി എന്നെ എപ്പോഴും വിളിക്കും. കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു. ആണോ? ഓ, എന്നിട്ട് എന്തിനു പറഞ്ഞു? സുകുമാരാ പോയി ഞാൻ തടുക്കാൻ പിള്ളേരൊക്കെ പഠിക്കാൻ പോയിടാ. ഞാൻ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു മന്നത്ത് എന്തെങ്കിലും വിശേഷം മൊത്തത്തിൽ സത്യത്തിൽ ഷാറൂഖ് ഖാനാണ് വിളിച്ചത്? ചെമ്മരിയാടാണ് വിളിച്ചത്? ചെമ്മരിയാട് അല്ല, പിന്നെ ഷാറൂഖ് ഖാനെ തന്നെ വിളിച്ചത്. സത്യത്തിൽ നിങ്ങൾ കഞ്ചാവാട് ചെറിയ രീതിയിൽ. എനിക്ക് എന്താ പറ്റിയേ? ഇതാണ് ഇംഗ്ലീഷ് ഡാൻസ് ട്വിസ്റ്റ്. ഇത് ഇംഗ്ലീഷ് ഒന്നും അല്ല, തനി നാടൻ വെളിച്ചപ്പാട് തുള്ളൽ എന്നാണ് പേര്. കിടന്ന് ചാടിയിട്ട് പിത്തം മുഴുവൻ ഇളയാൽ പിന്നെ എനിക്കാ ജോലി. ഇഷ്ടത്രേ. ഒരു കുഴപ്പമില്ല, നല്ല എക്സസൈസും കൂടിയാണ്. യു വിൽ ബിക്കം വെരി സ്ലിം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ എങ്ങനെ നിൽക്കാം? ഇവൻ പാട്ട് പാടും. ഓ, എങ്കിൽ ടോണി ഒരു പാട്ട് പാടിക്കേ, കേൾക്കട്ടെ. പാട്. നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും. പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. മഹേശ്വരമ്മേ, എനിക്ക് കുളിക്കാൻ കുറച്ച് ഹോട്ട് വാട്ടർ വേണം. ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരിക്കും അല്ലേ? എനിക്ക് കുളിക്കാനേ കുറച്ച് ചൂടുവെള്ളം വേണം. ഏതല്ലേ, ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയൊന്നുമല്ല പറയുന്ന ജോലിയൊക്കെ ചെയ്യാൻ. ചൂടുവെള്ളം പനിനീരും ഒക്കെ വേണമെങ്കിലേ ആ വനജയോട് പോയി പറ. അവൾ അവിടെ VCR കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് മാനേഴ്സ് അല്ല. നാളെ മോർണിംഗ് 5:30 ഞാൻ നാട്ടിലേക്ക് പോകും. പിന്നെ ചിലപ്പോ തമ്മിൽ കണ്ടൂന്ന് വരില്ല. ഇത് അവസാനത്തെ പോക്കായിരിക്കും. എന്താ പറഞ്ഞത്? അതേ, വെള്ളം ചൂടാക്കി തരാമെന്ന് പറയുമായിരുന്നു. ആ, എന്നാ ഇതിരിക്കട്ടെ.
എന്നെ സർവീസ് ചെയ്യുന്നവർക്ക് ഞാൻ എപ്പോഴും സംതിങ് കൊടുക്കാറുണ്ട്. എടുത്തോണ്ട് പോ. എടി, എന്റെ തനി സ്വഭാവം നിനക്കറിയില്ല. ഞാൻ നിന്നെക്കാളും വളരെ വളരെ മോശാടി. ഞാൻ കാനഡയിൽ പോയി കുറച്ച് സ്റ്റാൻഡേർഡായി പോയത് കൊണ്ടാ നിന്റെ മുമ്പിൽ നീറ്റായത്. നീ എന്റെ തലയിൽ കയറിയിരിക്കാൻ വന്നാലുണ്ടല്ല, അടിച്ചു തന്നെ ഷേപ്പ് ഞാൻ മാറ്റിടി പുല്ലേ. ആഹാ,